ഹായ് മച്ചന്മാരെ. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ നമ്മൾ എൻ്റെ ജോലി സ്വീഡനിൽ എന്താണ്, നമുക്ക് ജോലിക്ക് പോകുമ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ചകൾ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മൾ ആമസോൺ ഡെലിവറിയാണ്. ഇതാണ് നമ്മുടെ വെയർ ഹൗസ്. നമ്മളെപ്പോഴും ഇവിടെ നിന്നായിരിക്കും ലോഡിങ്. നമ്മളിന്ന് കുറച്ച് ലേറ്റായി. 3 മണിക്കാണ് എപ്പോഴും നമ്മുടെ ഈവനിങ്, ഒരു 3 മണി 3:30 ആ സമയമാണ് നമ്മുടെ ലോഡിങ് ടൈം എപ്പോഴും. അപ്പോൾ നമ്മൾ ലോഡ് ചെയ്ത് നമ്മുടെ തിരിക്കുവാണ്. ഇവിടുന്ന് വലിയൊരു വെയർ ഹൗസാണ് കേട്ടോ. ഏകദേശം 100ഓളം വാൻ ആ സമയത്തുണ്ടാവും. നമ്മളിന്ന് ലേറ്റ് ആയത് കൊണ്ടാണ് ഈ വാനുകളൊക്കെ നമുക്ക് കാണാൻ പറ്റാത്തത്. അപ്പോൾ എന്തായാലും നമ്മൾ റൂട്ടിലേക്ക് പോകുവാണ്. നമുക്ക് കുൻസ്ബാക്ക എന്ന് പറഞ്ഞൊരു ഏരിയയാണ് കിട്ടിയേക്കുന്നത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്. സോ ഏകദേശം 26 കിലോമീറ്ററോളം ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുവാണ് ഫസ്റ്റ്. കൂടുതലും വില്ലകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം സ്വീഡനിലെ വില്ലകൾ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണെന്ന് വെച്ചാൽ ഈ വിൻ്റർ കഴിഞ്ഞപ്പോഴേക്കും ആ ഭംഗി കുറച്ചുകൂടി കൂടിക്കൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി. സോ നമുക്ക് എന്തായാലും ആ കാഴ്ചകൾ നോക്കാം. നല്ല നല്ല കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഇന്നത്തോടു കൂടി ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ടാക്കുന്ന ഒരു വ്ളോഗ് പോലെ ചെയ്യാം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയുക. കുഴപ്പമില്ല, വീഡിയോ കണ്ടിന്യൂ ചെയ്യുക എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുക. ഇല്ലെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചാലും മതി. ഞാൻ എന്തായാലും എഫോർട്ട് എടുക്കുന്നു. എന്തായാലും നമ്മൾ ദിവസവും ജോലിക്ക് പോകുന്നു. നല്ല കാഴ്ചകൾ കിട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല? അതിനുള്ള സാധ്യത ഓൾറെഡി എൻ്റെ ഉണ്ടല്ലോ. അപ്പോൾ ശരി, ഇന്ന് മുതൽ അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും നോക്കാം കാഴ്ചകൾ. അപ്പോൾ മച്ചന്മാർ, നമ്മൾ കുറച്ച് ട്രാഫിക് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദൂരത്തേക്ക് എത്തി. അപ്പോൾ ഇനിയിപ്പോൾ വലിയ ട്രാഫിക് ഒരുപാട് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. നമുക്കിനി 5 കിലോമീറ്റർ കൂടെ ഉണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ വെയർ ഹൗസിൽ നിന്ന് പാഴ്സൽ ലോഡ് ചെയ്തിട്ട് ഇറങ്ങുമ്പോഴേക്കും എപ്പോഴും ഓൾമോസ്റ്റ് ഈ സമയത്ത് ട്രാഫിക് കിട്ടാറുണ്ട് കേട്ടോ. വർക്കിംഗ് ടൈം കഴിഞ്ഞിട്ട് ആൾക്കാർ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് പോകുന്നൊരു ടൈം ആയതുകൊണ്ടായിരിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഫ്രണ്ടിൽ കാണുന്ന XC40 ഇതിലാണ് നമുക്ക് ഇവിടെ സ്വീഡനിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കേണ്ടത്. ഡ്രൈവിംഗ് ടെസ്റ്റിന് ഏകദേശം 1800 ക്രോൺസ് ആണ് ഇവിടുത്തെ. നമ്മുടെ നാട്ടിൽ ഏകദേശം 18,000 രൂപ അടുത്ത് വരും. ഇതിൻ്റെ തന്നെ മാനുവലുണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്. ഇപ്പോൾ നമ്മൾ മാനുവലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടെസ്റ്റ് ഡേറ്റ് ആയിട്ടില്ല. ശരിക്കും ഒരു വലിയ പ്രോസസ്സാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ബ്ലോക്ക് തീർന്നു നമ്മൾ പ്രതീക്ഷിച്ചെങ്കിൽ ബ്ലോക്ക് തീർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ഏകദേശം 3 കിലോമീറ്റർ കൂടെ ഉള്ളൂ ഫസ്റ്റ് ഡെലിവറിക്ക്. നമ്മളൊരു ഡെലിവറി ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഏരിയയിൽ തന്നെ ആയിരിക്കും ഓൾമോസ്റ്റ് ഡെലിവറി എല്ലാം കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട് അതിൽ. ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ചിലപ്പോൾ നമുക്ക് കിട്ടാറുണ്ട്. ഒരു സ്ഥലത്ത് കൊടുത്തു തീർത്തിട്ട് വേറൊരു സ്ഥലത്തോട്ട് പോകുന്ന ഇതിന് കിട്ടാറുണ്ട്. ഇപ്പം നമ്മൾ ഗോതംബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത്, സ്വീഡനിലെ ഗോതംബർഗിൽ അസ്കിം സാരോ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തോട്ട് വന്നേക്കണം. ഗോതംബർഗ് നോർത്ത് സൗത്ത് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഗോതംബർഗ് സൗത്ത് എന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഗോതംബർഗ് നോർത്ത് കുറച്ചൊരു ഭംഗിയാണ് കേട്ടോ. അങ്ങോട്ട് എപ്പോഴെങ്കിലും റൂട്ട് കിട്ടുമെങ്കിൽ അതുകൂടി ഞാൻ കാണിക്കാം. ഈ സ്ഥലം ഭംഗിയിലെന്നല്ല, പക്ഷേ നോർത്ത് കുറച്ചുകൂടി ഭംഗിയാണ്. ബ്ലോക്കിലാണ്. നമുക്കിന്ന് 70ഓളം, അത് തന്നെ 69 മിഷൻസ് ഉണ്ട്. അതായത് പാഴ്സൽസ് അതിൽ കൂടുതലുണ്ടാവും. ചിലപ്പോൾ ആൾക്കാർ 2-3 പാഴ്സൽ ഒരു വീട്ടിലേക്കൊക്കെ ഓർഡർ ചെയ്ത് കാണും. എങ്കിലും നമുക്ക് പോകേണ്ട സ്ഥലങ്ങൾ 69ആണ്. നമുക്ക് നമ്മുടെ വണ്ടി ഡീസൽ ആയതുകൊണ്ടാണ് നമുക്ക് എന്താ പറയുന്നത് ഇത്രയും ഡിസ്റ്റൻസിലോട്ടൊക്കെ ഡെലിവറി കിട്ടുന്നത്. അല്ലെങ്കിൽ ഗോതംബർഗ് സെൻട്രൽ തന്നെയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ശരിക്കും. എല്ലാ അപ്പാർട്ട്മെൻറ്റ്സ് ആയിരിക്കും. അപ്പാർട്ട്മെൻറ്റ് ഡെലിവറി പാടാണ് എന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോർ ഡെലിവറിയാണ് പാഴ്സൽസ് എല്ലാം. സോ ഓൾമോസ്റ്റ് എല്ലാ ഡെലിവറിയും ഡോർ ഡെലിവറിയാണ്. അപ്പോൾ ചില ഫ്ലാറ്റിലൊന്നും ലിഫ്റ്റ് ഉണ്ടാകത്തില്ല. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറക്കി ഹെവി പാഴ്സലായാൽ കൂടി ചില പാഴ്സലൊക്കെ ചിലപ്പോൾ ഒരു 15 kg വരെ മുതൽ സ്റ്റാർട്ടാകുന്ന പാഴ്സൽസ് ഉണ്ടാവും.
സോ ഇത് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറക്കി ഒരു 3rd ഫ്ലോർ വരെ പൊക്കിക്കൊണ്ടിന്ന് കൊടുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം ആയാസമുള്ളൊരു ജോലിയാണ്. എങ്കിലും ചെയ്തില്ലേ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. പക്ഷെ അത്യാവശ്യം പേയ്മെൻ്റ് ഉള്ള ഒരു ജോലിയാണ് കേട്ടോ. നമ്മൾ വന്ന് നമ്മുടെ ഒരു ഇന്ത്യൻ ലൈസൻസ് വെച്ച് അല്ലെങ്കിൽ നമ്മളൊരു ഇൻ്റർനാഷണൽ ലൈസൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും അത്യാവശ്യം പേയ്മെൻറ്റും ഉള്ളൊരു ജോലിയാണ് ഈ വെയർ ഹൗസിലെ ഡെലിവറി ജോബ്സ്. പിന്നെ സാധാരണ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ ജോലികൾ എന്നൊക്കെ പറയുന്നത് ഫുഡ് ഡെലിവറി ജോബ്സ് ഉണ്ട്. പിന്നെ പിസേരിയകൾ ഒരുപാടുണ്ട് ഇവിടെ. സോ അവിടുത്തെ എന്തെങ്കിലും ജോബുകൾ കിട്ടാറുണ്ട്. പക്ഷേ ഫുഡ് ഡെലിവറി ജോബ്സിന് അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് ഉണ്ട്. പക്ഷേ എന്തൊക്കെയായിരുന്നു നമ്മുടെ ഇൻ്റർനാഷണൽ ലൈസൻസ് കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും നമുക്ക് 1 ഇയർ നമുക്ക് എന്നിവിടെ പെർമിറ്റ് കിട്ടി അത് മുതൽ 1 ഇയർ മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിനുള്ളിൽ നമ്മൾ ഇവിടുത്തെ ലൈസൻസ് എടുക്കണം എന്നുള്ളതാണ് റൂള്. അപ്പോൾ എൻ്റെത് സെപ്റ്റംബർ 1 വിസ കാലാവധി തീരുന്ന ഡേറ്റ്. അപ്പോൾ നമ്മളതിൻ്റെ ഫസ്റ്റ് 2 കടമ്പകൾ കടന്നു, ഒരുപാട് പാടപ്പെട്ട്. പക്ഷേ ഫസ്റ്റ് 2 കടമ്പകൾ നമ്മൾ കടന്നു കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് 3ാമത്തെ കടമ്പയാണ് ഏറ്റവും വലിയ പാടുന്നത്. എനിവേ മെയ് 15-ാം തീയതി അറിയാം. ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാകുക എന്ന് പറയുന്നത് സ്വീഡനിൽ അത്യാവശ്യം ടഫ് തന്നെയാണ് പരിപാടി. നമുക്കിപ്പോൾ ഇനി ഒരു 1.2 കിലോമീറ്റർ കൂടി ഉള്ളൂ ഫസ്റ്റ് ഡെലിവറിക്ക്. സ്വീഡനിൽ അവർ തിയറി ക്ലാസ്സിൽ അവർ പറയുന്നത് അല്ലെങ്കിൽ തിയറി പഠിക്കുമ്പോൾ നമ്മൾ അറിയുന്നത് ഏകദേശം ഒരു 1 ഇയർ ഇവിടെ നടക്കുന്ന ആക്സിഡൻ്റൽ ഡെത്ത് 200 ആണ് മാക്സിമം പറയുന്നത്. സോ നമുക്കറിയാം, മനസ്സിലാക്കാമല്ലോ. ഇന്ത്യയിൽ നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഒരു ഇയർലി എത്ര ഡെത്താണ് ഇന്ത്യയിൽ നടക്കുന്നുള്ളത്. സോ റോഡ് സേഫ്റ്റിക്ക് അവർ അതിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റും അതുപോലെ പാടാണ്. പക്ഷേ നമ്മൾ യൂറോപ്പിലെ ഒരു ലൈസൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കൺട്രിയിൽ നിന്ന് നമുക്ക് ഓൾ യൂറോപ്പ് ആ ലൈസൻസ് വെച്ച് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ബെനിഫിറ്റ് ഉണ്ട്. സോ ലൈസൻസ് എടുക്കാം. ഈ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംശയം ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും എല്ലാം ഓൺലൈനിൽ കിട്ടുമെന്ന് അറിയാമെങ്കിലും കുറച്ച് ട്രിക്സ് അല്ലെങ്കിൽ കുറച്ച് എനിക്കറിയാവുന്ന എനിക്ക് മനസ്സിലാക്കിയ കുറച്ച് സിമ്പിൾ കാര്യങ്ങൾ, ഞാൻ ലൈസൻസ് എടുത്തില്ല കംപ്ലീറ്റ് ആയിട്ട്, തിയറിയുടെ കാര്യം മാത്രമേ പറയുന്നു. സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. കാരണം ഞാൻ ഇതിൻ്റെ പുറകെ ഒരുപാട് നാളിരുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇനി 400 മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ഡെലിവറിക്ക്. ഇപ്പോൾ 4:50 അപ്പോൾ സ്വീഡനിലിപ്പോൾ ഈ വിൻ്റർ കഴിഞ്ഞപ്പോൾ മുതൽ ഇരുട്ടാകാനായിട്ട് അത്യാവശ്യം നല്ല സമയം എടുക്കും കേട്ടോ. ഏകദേശം ഒരു 9:30-10 മണി രാത്രി ആ സമയമാകും ഏകദേശം ഇരുട്ടാകാനായിട്ട്. കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും ഇപ്പോൾ മെയ് ആണല്ലോ, ഒരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ ഈ റോഡൊക്കെ നമുക്ക് കാണാനായിട്ട്. പച്ചപ്പ് വന്ന് തുടങ്ങിയതേ ഉള്ളൂ. ഫസ്റ്റ് ഡെലിവറിക്കുള്ള സ്ഥലം നമ്മൾ എത്തി. ഈ വളവ് തിരിയുമ്പോൾ കാണുന്ന വീടാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഫസ്റ്റ് ഡെലിവറി. നമുക്ക് വണ്ടി പതുക്കെ പാർക്ക് ചെയ്യാം. ഇനി ഇവരുടെ പാക്കറ്റ് നമുക്ക് നോക്കിയെടുക്കണം, എന്നിട്ട് പാഴ്സൽ കൊടുക്കണം. നമ്മുടെ മാരുതിയുടെ എസ്ക്രോസ് ആണ് ഇവിടെ കിടക്കുന്നത്. സുസുക്കിയുടെ എസ്ക്രോസ് ആണ് കിടക്കുന്നത് കേട്ടോ. സ്വീഡനിലുണ്ട് സുസുക്കിയുടെ വണ്ടികൾ, പക്ഷെ കുറവാണ്. എല്ലാവരും ഉപയോഗിക്കുന്നത് വോൾവോയാണ്. ഓൾമോസ്റ്റ് സ്വീഡൻ നിരത്തുകളിൽ നമുക്ക് കൂടുതലും കാണാവുന്നത് വോൾവോ തന്നെയാണ്. അത് ഒരു സംശയമില്ലാണ്ട് തന്നെ പറയാം. ഉദാഹരണമായിട്ട് നിങ്ങൾ മുമ്പിൽ കാണാം 3 വോൾവോയുടെ വണ്ടികൾ കിടക്കുന്നു. നമ്മൾ ശരിക്കും ആ റഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ഡെലിവറി കുറച്ചുകൂടി സുഖമാണ്. അപ്പോൾ നമുക്ക് മാപ്പ് നോക്കി അറിയാം ഇവിടെ തന്നെ ഏകദേശം ഒരു 4-5 ഡെലിവറികളുണ്ട്. ഞാൻ ഈ സ്ഥലത്തൊക്കെ ഏകദേശം ഒരു 8-10 പ്രാവശ്യത്തോളം വന്നിട്ടുണ്ട്, ഏറ്റവും കുറഞ്ഞത് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ഇപ്പുറത്തൊരു വോൾവോയുണ്ട്. ഇവിടെയും കിടക്കുന്ന വോൾവോയാണ്. വോൾവോ വണ്ടികൾ സ്വീഡനിലെ നിരത്തുകൾ ഒരുപാടാണ് കേട്ടോ. അപ്പോൾ അടുത്ത ഡെലിവറി നമുക്ക് കൊടുക്കേണ്ട പേര് ഹെൻറി എന്നാണ്. അപ്പോൾ ഹെൻറിയുടെ പാർസലും തപ്പി എടുക്കട്ടെ. ഹെൻറിയാണ്. അപ്പോൾ ഹെൻറിയുടെ പാർസൽ ഇവിടെ ഇല്ല കേട്ടോ, പുറകിലാണ്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. പക്ഷെ അവർ 35 ഞാൻ ഈ വീടെന്ന് ഓർത്ത് വന്നു. പക്ഷെ അപ്പുറത്തെ വീടായിരുന്നു 35. ഓൾമോസ്റ്റ് പല വീടുകളിലും വീടിൻ്റെ പേര് എഴുതിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പേരെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ നമ്പർ എഴുതിയിട്ടുണ്ടാവും. നമ്പർ വെച്ചാണ് നമ്മൾ മാക്സിമം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ നിർത്തിയത് 37 ആയിരുന്നു, അതിന് പുറകിലായിരുന്നു. ശരിക്കും പാർസൽ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലൊരു ലേബൽ ഉണ്ടാവും, QR കോഡ്. അത് സ്കാൻ ചെയ്യുക നമ്മുടെ ആപ്ലിക്കേഷൻ വെച്ചിട്ട്. അത് കഴിഞ്ഞ് അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ വെക്കുക. പുറത്ത് മിക്കവാറും ലീവ് ഇറ്റ് ഔട്ട്സൈഡ് ഡോർ ആയിരിക്കും. അവിടെ കൊണ്ട് കൊടുക്കുക, ഒരു ഫോട്ടോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ഡെലിവറി നമുക്ക് 600 മീറ്ററാണ്. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് മാറിയിട്ട് അടുത്തൊരു നല്ല ലൊക്കേഷൻ കാണുമ്പോഴേക്കും ഞാൻ വീണ്ടും പുതിയതായിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഈ സ്ഥലം തന്നെ കാണിച്ച് ബോറാകുമല്ലോ. അപ്പോൾ നമ്മൾ പക്ഷാമാരെ അടുത്ത ഡെലിവറിക്ക് എത്തിയേക്കാണ് കേട്ടോ. നമ്മളൊരു 4 ഡെലിവറി കൊടുത്തു. ഒരുപാട് സ്ഥലത്ത് ഇനിയും പോകണം. അടുത്തൊരു ഗോൾഫ് ക്ലബ്ബൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ബീച്ച് ഏരിയ കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ, നിങ്ങൾക്ക് കാണാം. ഇന്നത്തെ റൂട്ട് നമുക്ക് കിട്ടിയേക്കണ അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഈ സൺ ക്ലിയർ ഉള്ള കാരണം നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആകും എന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും റൂട്ട് ഇന്നത്തെ അടിപൊളിയാണ്. ആൾക്കാരൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഒരു വാക്കിങ്ങിനും പരിപാടിയൊക്കെ ഇറങ്ങിയിരിക്കണം. നമുക്ക് സ്വീഡനിലെ നിരത്തിൽ നമ്മൾ പോകുമ്പോൾ കാണാം, ഒരു ഈവനിങ് ആകുമ്പോൾ തൊട്ട് ഒരുപാട് ആൾക്കാർ അവരുടെ നായകളായിട്ട് ചുമ്മാ ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങും. അവർക്കും ഒരു വാക്കിങ് ഇത് കണ്ടത് നമുക്ക് പറഞ്ഞു തീർന്നില്ല. അതേ ഫ്രണ്ടിൽ ഇത് വരും, ഇത് കണ്ടോ. അതുപോലെ ഇങ്ങനെ ഒരുപാട് പേരെ കാണാം കേട്ടോ. നമുക്ക് നല്ല അടിപൊളി വീടുകളാണ് കേട്ടോ. നല്ല അത്യാവശ്യം പണക്കാരുടെ ഏരിയ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഒരു സൈക്കിളുകാരൻ വരുന്നുണ്ട് കേട്ടോ, ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. ഒരു 140 മീറ്ററേ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കൊണ്ട് കൊടുത്തിട്ട് വരാം. അങ്ങോട്ട് പോകാനായിട്ട് പാടാണ്. സോ നമുക്ക് നടന്ന് പോകേണ്ടി വരും. ഞാൻ പോയിട്ട് വരാം. മച്ചന്മാരെ അവിടുത്തെ ഡെലിവറി കൊടുത്ത് നമ്മൾ പതുക്കെ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്.
ഗോൾഫ് ക്ലബ്ബാണ് കേട്ടോ, അടുത്ത ഒരെണ്ണം കൂടിയാണ്. ഗോൾഫ് ക്ലബ്ബൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഗോൾഫ് കളിക്കുന്നുണ്ട് ആൾക്കാർ. അങ്ങനെ ഒരു ബൗണ്ടറി പോലെ കെട്ടിയിട്ടൊന്നുമില്ല, ക്ലബ്ബ് പോലെ. അങ്ങനത്തെ ക്ലബ്ബുകളും കണ്ടിട്ടുണ്ട് കേട്ടോ, പക്ഷേ ഇവിടെ അങ്ങനത്തെ എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണിച്ചു തരാം ഉറപ്പായിട്ട്. ആൾക്കാർ കളിക്കാൻ പോവുകയാണ്. നമ്മുടെ വണ്ടിക്ക് ഭയങ്കര പവർ കുറവാട്ടോ, കയറ്റവും കയറാനായിട്ട് ഭയങ്കര പാടാണ്. ഞാൻ എൻ്റെ ജോബ് കാണിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഈ വീഡിയോയിൽ കൂടി. ജോബിൻ്റെ നേച്ചർ കാണിക്കാൻ വേണ്ടിയല്ല, സ്റ്റുഡൻ്റെ ഭംഗിയും ആ സ്ഥലങ്ങളും, വീടുകൾ, വില്ലകൾ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റുകൾ, ഇതൊക്കെ കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ ഈ വീഡിയോയിൽ കൂടി. നമുക്കപ്പോൾ ഒരു 600 മീറ്റർ കൂടി ഉണ്ട് നമ്മുടെ അടുത്ത ലൊക്കേഷനിലോട്ട്. നമുക്ക് മൊത്തം ഇന്ന് 70 മിഷൻസ് ആയിരുന്നു. അതായത് മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കേണ്ട വീടുകളുടെ എണ്ണത്തിനാണ് ഇവർ മിഷൻ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഏകദേശം ഒരു 5 to 6 ഇപ്പോൾ ചെയ്തെന്ന് തോന്നുന്നു. ഒരു മണിക്കൂറിൽ നമുക്ക് നോക്കാം എത്ര ആയെന്നുള്ളത്. ഇപ്പോൾ 5:23 6 മണിക്ക് നമുക്ക് നോക്കാം എത്ര ആയെന്നുള്ളത്. അപ്പോൾ മച്ചമ്മരെ 6 മണിയായപ്പോഴേക്കും നമ്മുടെ പാഴ്സൽ ഏകദേശം ഒരു 12 പാഴ്സൽ നമ്മൾ കൊടുത്തു തീർത്തു. അപ്പോൾ ഇനി 6 മണി മുതൽ 7 മണി വരെ എത്ര കൊടുക്കും നോക്കാം. ഈ ഫ്രണ്ടിൽ കാണുന്ന മൊത്തം ബോട്ട് ഹൗസസ് ആണ് കേട്ടോ. ചിലപ്പോൾ റെൻറ്റിനെടുത്താൽ കൊണ്ടുപോകാൻ പറ്റുന്ന ബോട്ടായിരിക്കും, ചിലപ്പോൾ ബോട്ടായിരിക്കും, ചിലപ്പോൾ എന്താ പറയുക നമ്മൾ ഇങ്ങനെ വെയർ ഹൗസ് പോലെ വെച്ചേക്കുന്നതായിരിക്കും. ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ വീഡിയോ എടുക്കുന്നതൊക്കെ ഇപ്പോഴാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ 8 മണിക്കൂറോളം വീഡിയോ എടുക്കുമ്പോഴേക്കും, കാരണം നമ്മുടെ ഡ്യൂട്ടി ഏകദേശം 8 മണിക്കൂറാണ്. സോ അത്ര വീഡിയോ എടുക്കുമ്പോഴേക്കും ഒരുപാട് ലെങ്തായി പോകും. സോ അതുകൊണ്ടാണ് ഓരോ മണിക്കൂറിലും കുറച്ച് നല്ല ഷോട്ട്സ് അല്ലെങ്കിൽ നല്ല ഭംഗിയുണ്ടെന്ന് തോന്നുന്ന കാഴ്ചകൾ മാത്രമായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ തീർത്തു. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം 4.2 കിലോമീറ്റർ ദൂരത്താണ് അടുത്ത ഡെലിവറി ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മുടെ കയ്യിലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കില്ല കയ്യിൽ. അപ്പോൾ അങ്ങനെ ഒരുപാട് വ്ളോഗ്സൊന്നും ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഒരു മൈക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ എന്താ പറയുക റെസ്പോൺസ് യൂട്യൂബിൽ നോക്കിയിട്ട് എങ്ങനെ നോക്കിയിട്ട് മൈക്ക് നമുക്ക് പറ്റുമെങ്കിൽ മേടിക്കാം. അപ്പോൾ നല്ല കാഴ്ചകൾ ഉള്ളപ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ മച്ചന്മാർ നമ്മൾ പാഴ്സൽ സ്കാൻ ചെയ്ത് വണ്ടിയിൽ കയറ്റുമ്പോഴേക്കും നമ്മൾ ABCD കാറ്റഗറിയാണ് കയറ്റുന്നത്. അപ്പോൾ A എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ട പാഴ്സൽ, B സെക്കൻഡ്, അങ്ങനെ പ്രയോറിറ്റി അനുസരിച്ച് ABCD എന്ന് വരുന്നത്. സോ നമ്മുടെ Aയുടെ പാഴ്സൽ അപ്പോൾ തീർന്നു കേട്ടോ. നമ്മുടെ Aയുടെ പാഴ്സൽ ഏകദേശം 6 അപ്പോൾ തീർന്നു. ഇനിയിപ്പോൾ നമ്മൾക്ക് ഏകദേശം 51 പാഴ്സൽ കൂടി കൊടുക്കാണ്ട്, 71 നമുക്ക് മൊത്തം കൊടുക്കാണ്ടിരുന്നത്. അതിൽ ഇനിയിപ്പോൾ 51 കൂടി കൊടുക്കാനുണ്ട്. നോക്കാം എത്രത്തോളം ക്ലിയർ ആക്കാൻ പറ്റുമോ. ആൾക്കാർ പട്ടികളെയും കേട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. കുറേ ആൾക്കാർ ജോഗിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല കാഴ്ചകളുണ്ട് റോഡിൽ കേട്ടോ. വൈകുന്നേരം 6:30 ആയ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇരുട്ടാകാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏകദേശം ഒരു 10 മണി കഴിയും. ഇപ്പോൾ നല്ല ഇരുട്ടാകണമെന്നുണ്ടെങ്കിൽ അതുവരെ നമുക്ക് അത്യാവശ്യം ലൈറ്റ് ഉണ്ടാവും. അടുത്ത ഡെലിവറി ഇനി നമുക്ക് ഇവിടുന്ന് ഇനിയിപ്പോൾ ഒരു 800 മീറ്റർ കൂടിയുണ്ട്.
അപ്പോൾ മച്ചാന്മാരെ നമ്മൾ 7 മണി കഴിഞ്ഞപ്പോൾ ഇനി 44 സ്റ്റോപ്പ് കൂടി ബാക്കിയുണ്ട് കേട്ടോ. നമുക്ക് ബിയുടെ പാഴ്സൽ പെട്ടെന്ന് തീർക്കാൻ പറ്റിയില്ല, അത്യാവശ്യം ദൂരത്തായിരുന്നു. പിന്നെ ഒരു ചെറിയ ബ്രേക്ക് എടുത്തു, ഉച്ചക്കൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ അത് കാരണം ചെറിയ ബ്രേക്ക് എടുത്ത് ഫുഡ് കൂടി കഴിച്ചപ്പോഴേക്കും പാഴ്സൽ കുറച്ച് മുടങ്ങി. കുഴപ്പമില്ല, നമുക്ക് പറ്റാത്തത്ര കൊടുക്കാം. 11 മണി നമുക്ക് സമയമുണ്ട്, 7:12 ആയിട്ടുള്ളൂ. മറ്റൊന്നും കൊടുത്ത് തീർക്കാൻ നോക്കാം. നമുക്ക് എന്തായാലും നോക്കാം എന്താകും എന്നുള്ളത്. എല്ലാം ഒരു സസ്പെൻസ് ആണല്ലോ. ഇനി കൊടുക്കാനുള്ള ഈ ഒരു ഏരിയയിലാണ്. ഇവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാം. അപ്പോൾ അച്ഛന്മാരെ 8 മണിയായി. നമുക്ക് ഏകദേശം ഇനി 34 പാഴ്സൽ കൂടി ബാക്കിയുണ്ട്. 34 പാഴ്സലല്ല, 34 സ്ഥലത്ത് കൂടി പോകാനുണ്ട്. പാഴ്സൽ അതിൽ കൂടെ ഉണ്ട്. ഇത് തീരുമാനിക്കുമെന്ന് പ്രതീക്ഷിക്കണം. ഇനിയിപ്പോൾ 8 മണി എന്ന് പറയുമ്പോൾ ഇനി 3 മണിക്കൂറുണ്ട്. 10, 11 മണി, 3 മണിക്കൂറുണ്ട്. സോ തീർക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴും കാണാമല്ലോ 8 മണി രാത്രി, നമ്മുടെ നാട്ടിലെ 8 മണി രാത്രിയാണ് കാണുന്നത്. ഇപ്പോഴും സൂര്യൻ പോയിട്ടില്ല കേട്ടാ, നല്ല സൺലൈറ്റ് ഉണ്ട്. ഇപ്പോഴും ഏകദേശം ഇങ്ങനെ തന്നെ ആയിരിക്കും. ഒരു 9 മണി സമയമാകുമ്പോഴും ഏകദേശം ഇങ്ങനെ തന്നെയാണ്. അത് കഴിയുമ്പോഴേക്കും പിന്നെ പതുക്കെ കുറയാൻ തുടങ്ങും കേട്ടാ. $800 മീറ്റർ കൂടി ഉണ്ട് നമുക്ക് അടുത്ത ഡെലിവറിക്ക്. മൊത്തം 800 മീറ്റർ ആയിരുന്നു. റോഡ് സൈഡിൽ തന്നെ കാണാൻ തോന്നുന്നു വീട്. നോക്കാം. അയ്യോ കഴിഞ്ഞു പോയല്ലോ. തിരിച്ചല്ല, അതായിരിക്കും ബെറ്റർ. അവിടെ വളർത്തുന്നത് ഇച്ചിരി റിസ്ക്കിയാണ്. നമുക്ക് 71 കൊടുക്കാനുള്ളത്. വിന്റർ സമയത്തൊക്കെ ഏകദേശം ഒരു 3 മണിയാകുമ്പോഴേക്ക് ഇരുട്ടാവുമായിരുന്നു. ഇതാണ് 71. അത് 71 തന്നെയാണ്. ഓക്കെ, കൊടുത്തിട്ട് വരാം മച്ചാമാരെ. അപ്പോൾ 9 മണിയായിട്ടാ. നമുക്കിനിയിപ്പോൾ ഒരു 18 പാക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 1 മണിക്കൂർ ഒരു 8 മുതൽ 9 മണി വരെയുള്ള സമയത്ത് നമ്മൾ അത്യാവശ്യം കാര്യമായിട്ട് ഓടി. അപ്പോൾ അത് കാരണം കുറച്ചധികം പാഴ്സൽ കൊടുത്തു തീർക്കാൻ പറ്റി. നമ്മുടെ ലാസ്റ്റ് കാറ്റഗറി D സ്റ്റാർട്ടായിട്ടുണ്ട്. അത് അപ്പോൾ കൊടുത്തു തീർക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരു 11 മണിക്കൂർ. എന്തായാലും നമുക്ക് ഇനി 2 മണിക്കൂറുണ്ടല്ലോ, 18 പാഴ്സലല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു 1 മണിക്കൂറിൽ ഒരു 9 എണ്ണം കൊടുത്താൽ കൂടി നമുക്ക് തീർക്കാൻ പറ്റും. ഞാനപ്പോൾ നോക്കിയിട്ട് വലിയ ഡിസ്റ്റൻസ് ഇല്ല, നമുക്ക് കൊടുത്ത് തീർക്കാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നു. അത്യാവശ്യം ടയേർഡായി രാവിലെ എഴുന്നേറ്റ കാരണേ. ഇന്ന് രാവിലെ ഒരു 6:30 എഴുന്നേറ്റായിരുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റും പരിപാടി, ഡ്രൈവിംഗ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ തലവേദനയുണ്ട്. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് റൂട്ട് തീർക്കാൻ പറ്റും. വൈകുന്നേരം 9 മണിയായി കേട്ടോ. വൈകുന്നേരം കറക്റ്റ് 9 മണിയായപ്പോൾ സ്വീഡനിലെ കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോഴും സൂര്യനുണ്ട്. നല്ല അടിപൊളിയായിട്ട് വിഷ്വൽ എല്ലാം നമുക്ക്. ഇപ്പോഴും നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഞാൻ ഓണാക്കിയിട്ടില്ല.
ഡേ ടൈം റണ്ണിങ് ലൈറ്റ് മാത്രമേ ഇപ്പോഴും ഓൺ ആക്കിയിട്ടുള്ളൂ. ലൈറ്റ് കുറച്ചുകൂടി കുറഞ്ഞിട്ട് ഓണാക്കലെന്ന് ഓർത്തിട്ടായിരുന്നു. അപ്പോൾ അടുത്ത ഡെലിവറി നമുക്കൊരു 500 മീറ്ററിലാണ്. ഓൾമോസ്റ്റ് വലിയ പാക്കറ്റൊക്കെ തീർന്നു. 1 2 ഇഞ്ച് വലിയ പാക്കറ്റ് കൂടി നമുക്ക് ബാക്കിയുള്ളൂ. എന്തെങ്കിലും കൊടുത്ത് തീർക്കാൻ പറ്റും. ഇപ്പം ഈ ഒരു എന്താ പറയണ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ് കേട്ടോ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട്. അത്യാവശ്യം നല്ലൊരു ലൈറ്റ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ മറ്റേ നമ്മൾ രാവിലെയൊക്കെ എടുത്ത വീഡിയോയിലുള്ള ലൈറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡ് ലൈറ്റാണ് സണ്ണിൻ്റെ. അപ്പോൾ ഭയങ്കര റിഫ്ലക്ഷൻ അടിച്ച് നമുക്ക് വീഡിയോ ഇച്ചിരി ബ്ലറായ പോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് റെഡ് വീണല്ലോ, നമുക്കപ്പോൾ ഇവിടെ നിർത്താം. അതുകൊണ്ട് ഇവിടെ നടക്കുന്നുണ്ട് നമുക്ക്. പക്ഷേ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് റൈറ്റ് എടുത്താൽ മതി. അവിടെ എവിടെ കൊടുക്കേണ്ടതാ ഒരു സൈഡിലെ വീഡിയോ നോക്കാം എന്തായാലും. അപ്പോൾ നമുക്ക് ഇനി 15 മിഷൻ കൂടിയുണ്ട്. വണ്ടി ഉടക്കുന്ന കാര്യം ഭയങ്കര പാടാണ്. സ്പേസ് ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളെടുത്ത് ശരിയായില്ല. അടുത്തതിൽ പോരും. അടുത്ത മിഷൻ അടുത്ത് തന്നെയാണ് കേട്ടോ. ഓക്കെ. സമയം അപ്പോൾ ഒരു 9:34 ഏട്ടാ. നമുക്കൊരു 9 പാഴ്സൽ കൂടി ബാക്കിയുണ്ട്. ഉറപ്പായിട്ടും തീർക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് വില്ലകളുടെ അകത്ത് തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പാക്കറ്റ് കൂടി കൊടുക്കണം. ഇരുട്ടായി. ഒരു 9:35 ആയപ്പോഴേക്കും ഇരുട്ടായി. എങ്കിൽ ഈ ലൈറ്റ് ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇനിയും കുറച്ച് നേരം കൂടി. ഓക്കെ. അപ്പോൾ മച്ചന്മാർ, നമ്മുടെ മിഷനെല്ലാം കംപ്ലീറ്റ് ആയി കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ റിട്ടേൺ പോകാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ വെയർ ഹൗസിലേക്ക് പോകാൻ കുറച്ച് പാക്കറ്റ്സ് റിട്ടേൺ കൊടുക്കാറുണ്ട്. അപ്പോൾ 33 കിലോമീറ്റർ ഉണ്ട്. സോ രാത്രി അപ്പോൾ ഞാൻ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുവാണ്. നാളെ വീണ്ടും ഒരു നല്ലൊരു വ്ളോഗായിട്ട് വീണ്ടും വരാം. സ്വീഡനിലെ പോകാത്ത കാഴ്ചകൾ അല്ലെങ്കിൽ കാണാത്ത സ്ഥലങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എത്തിക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ.